ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കാം. ഒരു ടർക്കിഷ് ചിക്കൻ സൂപ്പാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി ആയതുകൊണ്ട് ഒന്ന് പകുതിയാക്കി ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 250 ml 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് എല്ല് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് ചിക്കി എടുക്കണം. നിങ്ങൾ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിക്കൻ ചേർക്കുന്ന സമയത്ത് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ചിക്കൻ ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു വെള്ളം ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർക്കണം. നേരിയ ചെറിയ സേമിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു 1/2 കപ്പ് സേമിയ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സേമിയ ഒരു 1/4 ഭാഗം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കനും സേമിയവും നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്രീം തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ഫോർക്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഒരു മുട്ടയിലേക്ക് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു മൈദ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൈദ ഒട്ടും തന്നെ കട്ട കെട്ടാൻ പാടില്ല. മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും മൈദയും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തിളച്ച് വരുന്ന ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ട് ഈ ഒരു മുട്ടയിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടോട് കൂടി തന്നെ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മിക്സ് ചെയ്ത് വെച്ച് ഈ ഒരു ക്രീം നമുക്ക് തിളച്ച് വരുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ക്രീം സൂപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മൈദ ഒട്ടും തന്നെ കട്ട കെട്ടാൻ പാടില്ല. അതുപോലെ തീ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രീം സൂപ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ച ഉടൻ തന്നെ ഇത് നന്നായിട്ട് സൂപ്പിൽ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മൈദ കട്ട കെട്ടും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായി ഒന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പ് എപ്പോഴും ചെറിയൊരു ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2-3 ഡ്രോപ്സ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉപ്പും കുരുമുളക് പൊടിയെല്ലാം ചേർക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.